ഹേ ഗീസ് വെൽക്കം ബാക്ക്. ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിറ്റർ ട്രേഡ് എന്നല്ല, മെക്കാനിക്കൽ ട്രേഡ് എല്ലാമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഹൗ ഡീസ് ദ റാപ്പിംഗ് ആംഗിൾ ഓഫ് പുള്ളി എഫക്റ്റ് ഇറ്റ്സ് എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ടോർക്ക്. അതായത് ടോർക്ക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട റാപ്പിംഗ് ആംഗിൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണല്ലേ. സോ നമുക്ക് എന്താണ് റാപ്പിംഗ് ആംഗിൾ എന്ന് നോക്കാം. അതിന് ഒരു ചിത്രം നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ഈ ഒരു ബെൽറ്റാണ്, ഈ പോയിരിക്കുന്നതാണ് ഒരു ബെൽറ്റ് അല്ലേ. ഈ ബെൽറ്റ് സർഫസ്, ഈ ഒരു ബെൽറ്റ് സർഫസ് ആ ഒരു പുള്ളി സർഫസിൽ, ഇതൊരു പുള്ളി സർഫസാണ്. ഈ ഒരു പുള്ളി സർഫസിൽ ആ ബെൽറ്റ് എത്ര കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റാപ്പിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, കോണ്ടാക്റ്റ് കുറവാണ്. സോ ഇത് ലോ, റാപ്പിംഗ് ആംഗിൾ ചെറുതാണ്. ഇവിടെ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ റാപ്പിംഗ് ആംഗിൾ എന്താണ്, ലാർജ് ആണ്. ഓക്കെ, അപ്പം റാപ്പിംഗ് ആംഗിൾ കുറവാണെന്നുണ്ടെങ്കിൽ ലോ പവർ ട്രാൻസ്മിഷനാണ് ഉണ്ടാവുക, കുറച്ച് പവർ ട്രാൻസ്മിഷനേ നടക്കുള്ളൂ. റാപ്പിങ്ങുകൾ കൂടുതലാണെന്നുണ്ടെങ്കിലോ കൂടുതൽ പവർ ട്രാൻസ്മിഷൻ നടക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മടങ്ങാം. ഇവിടെ ആദ്യത്തെ റാപ്പിംഗ് ആംഗിൾ ഹാസ് നോ എഫക്റ്റ് ഓൺ ടോർക്ക് ട്രാൻസ്മിഷൻ, തെറ്റാണല്ലേ. എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലാണ് പറയാം. ഹയർ റാപ്പിംഗ് ആംഗിൾ ട്രാൻസ്മിറ്റ് ലോ ടോർക്ക്, തെറ്റാണ്. ഹയർ റാപ്പിംഗ് ആംഗിൾ കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലേ. റാപ്പിംഗ് ആംഗിൾ ട്രാൻസ്മിറ്റ് ഹൈ ടോർക്ക്, ശരിയാണ്. ലോ റാപ്പിംഗ് ആംഗിൾ ട്രാൻസ്മിറ്റ് ലോ ടോർക്ക് അല്ലേ, ലോ ടോർക്ക്. സോ ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആ രീതിയിലുള്ള നമുക്ക് പ്രീവിയസ് ഇയർ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.